ശ്രീ തെക്കേ ഇന്ത്യയിൽ IS സ്ലീപ്പർ സെല്ലിൻ്റെ സാന്നിധ്യം വ്യക്തമായി വരികയാണല്ലോ. അപ്പോൾ ISലെ ആൾക്കാർ അവിടെ കേണൽ എന്ന് പറയുന്ന ഒരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവരുടെ ബോസാണോ അല്ലെങ്കിൽ അവരുമായി ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണോ എന്താണെന്നൊന്നും അറിയുന്നില്ല. ഈ ബോസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ കേണൽ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നോ? രാമേശ്വരം കഫേ സ്ഫോടനം അത് സംബന്ധിച്ചിട്ട് NIA ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കോടതിയിൽ. ആ കുറ്റപത്രത്തിൽ ഒരുപാട് പുതിയ വിവരങ്ങളുണ്ട്. സ്ഫോടനത്തിൻ്റെ സമയത്തൊക്കെ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ. അപ്പോൾ 2012 മുതൽ NIAയുടെ മോസ്റ്റ് വാണ്ടഡ് പിടികിട്ടാപ്പുള്ളികളുണ്ടല്ലോ, അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ കേണൽ എന്ന് പറയുന്ന ആൾ. ഈ 3ഓളം ടെറർ മൊഡ്യൂളുകൾ ഈ തെക്കേ ഇന്ത്യയിൽ കർണാടകയിൽ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആ ആളുടെ പേര് മുഹമ്മദ് ഷഹീദ് ഫൈസൽ. മുഹമ്മദ് ഷഹീദ് ഫൈസലിന് ഇപ്പോൾ 40-നടുത്താണ് പ്രായം എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ ആണ് ഉള്ളതെന്ന് കരുതുന്നു. സ്ഥിരീകരണമില്ല. കാരണം അവിടെ രഹസ്യമായിട്ടൊക്കെ പാർപ്പിക്കുകയാണെങ്കിൽ നമുക്കറിയില്ല. പക്ഷേ ഇയാൾ ഫർഹത്തുള്ള ഗോറിയുടെ മകളുടെ ഭർത്താവാണ് എന്നും ഒരു വിവരമുണ്ട്. ഫർഹത്തുള്ള ഗോറി എന്ന് പറയുന്ന ആൾ ഇവിടെ ഹൈദരാബാദിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. 2002 ഗുജറാത്തിലെ അക്ഷർധാം ആക്രമിച്ചത് അയാളുടെ നേതൃത്വത്തിലുള്ള ഭീകരന്മാരാണ്. അത് കഴിഞ്ഞ് ഹൈദരാബാദിൽ തന്നെ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിൻ്റെ ഓഫീസ് ആക്രമണം നടത്തിയതും അയാളുടെ നേതൃത്വത്തിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അയാൾ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. അപ്പോൾ അയാളുടെ മകളെ അവിടെ വെച്ച് വിവാഹം ചെയ്ത് കൊടുത്ത് കാണാം. അപ്പോൾ കേണൽ എന്ന് പറയുന്ന മുഹമ്മദ് ഷഹീദ് ഫൈസൽ മാർച്ച് 1 2024 മാർച്ച് 1 ബംഗളൂരിൽ ഏറ്റവും തിരക്കുള്ള രാമേശ്വരം കഫേ സ്ഫോടനം, അത് ചെയ്ത IS ഭീകരർ ഉണ്ടല്ലോ, അവരെ പാകിസ്ഥാനിൽ നിന്ന് നിയന്ത്രിച്ചിരുന്നത് ഇയാളാണ്, മുഹമ്മദ് ഷഹീദ് ഫൈസൽ. ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇത് കൊടുത്തത്. മുഹമ്മദ് ഷഹീദ് ഫൈസൽ ബംഗളൂരുവിലാണ് ജനിച്ചത്. 2004-2008 ബാംഗ്ലൂരിൽ രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എൻജിനീയറിംഗ് പഠിച്ചു. എൻജിനീയറിംഗ് ബിരുദധാരി. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എൻജിനീയറായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം സൗദി അറേബ്യയിലേക്ക് പോയി. സൗദി അറേബ്യയിലേക്ക് പോയ ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. 2012 ഇയാൾ പോലീസിൻ്റെ റഡാറിൽ പെട്ടു. ഇയാളുമായി ബന്ധപ്പെട്ട ഈ സ്ലീപ്പർ സെല്ലുകളിലുള്ള ഇവിടെയുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ കേണൽ എന്ന് ആണ് സാധാരണ പറയുന്നത്. പക്ഷേ അതിന് പുറമെ സക്കീർ, ഉസ്താദ് എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. റിയാദിൽ നിന്ന് തന്നെ ഇയാൾ ഈ പണി തുടങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ ശരിക്കുള്ള പേരൊന്നും ഈ ഓപ്പറേറ്റീവ്സിനെ അറിയില്ലായിരുന്നു, അവർ പറയുന്നുണ്ടായിരുന്നില്ല. കാരണം ഇയാൾ വേറെ ആളുകൾ വഴിയാണ് ഈ ഓപ്പറേറ്റീവ്സിനെയൊക്കെ ബന്ധപ്പെടുന്നത്. അതാണ്. അപ്പോൾ ലഷ്കർ-e തൈബയുടെ ഒരു മൊഡ്യൂൾ കർണാടകയിൽ ഇയാൾ നേരത്തെ ഹാൻഡിൽ ചെയ്തിരുന്നു. ഈ ബംഗളൂരു പിന്നെ ഹുബ്ബള്ളി അവിടെയൊക്കെ ഈ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കി ഈ BJP RS നേതാക്കളെ വധിക്കുക, അതിനുള്ളൊരു പദ്ധതി ഇയാൾ തയ്യാറാക്കിയിരുന്നു. അന്നു മുതൽ ആണ് ഇയാൾ പോലീസിൻ്റെ റഡാറിൽ പെടുന്നത്. അന്നു മുതൽ പിടികിട്ടാപ്പുള്ളിയുമാണ്. കാരണം ഇവിടെ ഇല്ലല്ലോ. ഫർഹത്തുള്ള ഗോറിയുടെ നേരത്തെ പറഞ്ഞ പോലെ മകളെ നിക്കാഹ് ചെയ്ത ആളാണ് എന്നാണ് വിവരം. ഇപ്പോൾ പാകിസ്ഥാനിലാണ് എന്ന് പറയപ്പെടുന്നു. 2002 ഈ ഗോറി, 2002 അക്ഷർധാം, 2008 ഇയാളെ കേന്ദ്രം ഈ ഫർഹത്തുള്ള ഗോറിയെ ഭീകരനായി ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചതാണ്.
ഭീകരനെ പ്രഖ്യാപിച്ചു. ഭീകരനായിട്ട് നമ്മൾ ഈ പല ഹാഫിസ് സയ്യിദ് എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇല്ലേ, വളരെ അറിയപ്പെടുന്ന ഭീകരന്മാർ. അതുപോലെ തന്നെയുള്ള ഒരാളാണ് ഫർഹത്തുള്ള ഗോറിയും. ഭീകരനായിട്ട് പ്രഖ്യാപിച്ച ഒരാളാണ്. പക്ഷെ അയാൾ ഇതുവരെ അജ്ഞാതൻ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങനെ അമ്മായിയപ്പനും മരുമകനും കൂടി ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫർഹത്തുള്ള ഗോറിയുടെ ഒരു വീഡിയോ, 3 മിനിറ്റ് വീഡിയോ ടെലഗ്രാം ചാനലുകളിൽ വന്നിരുന്നു. അതിലാണ് ഇന്ത്യയിലെ റെയിൽവേ ലൈനുകൾ തകർക്കുക, ബോംബുകൾ സ്ഥാപിക്കുക, അതുപോലെ പെട്രോൾ പൈപ്പ് ലൈനുകൾ അതൊക്കെ നശിപ്പിക്കുക. അപ്പോഴാണ് നമ്മളെ എലത്തൂരിലെ കാര്യം ഓർക്കുക. അത് അതിൻ്റെ അടുത്തൊരു റെയിൽവേ ഈ പെട്രോളിൻ്റെ ശേഖരിച്ച വലിയൊരു സംഭരണി റോഡ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു, അതിനോട് ചേർന്ന്. അത് ഗൗരവത്തോടു കൂടി എല്ലാ കേസ് കൈകാര്യം ചെയ്തത് എന്ന് വേണം വിചാരിക്കാൻ. വലിയ തീപിടുത്തമല്ലോ ആയിരുന്നെങ്കിൽ സ്ലീപ്പർ സെല്ലുകൾ ധാരാളം 14 റെയിൽവേ അട്ടിമറി ശ്രമങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരെണ്ണം ഉണ്ടായിരുന്നു കാൺപൂരടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇയാളുടെ ടെലഗ്രാമിൽ ഇയാൾ ഈ റെയിൽവേ അട്ടിമറി നടത്തണമെന്ന് ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് ഇവിടെ പലയിടത്തും ഇപ്പോൾ 3 എണ്ണം അതിന് ശേഷമാണ് നടന്നത്. റെയിൽവേ ട്രാക്കുകളിൽ കഴിഞ്ഞ ദിവസം ഒരു ഗ്യാസ് സിലിണ്ടർ കണ്ടിരുന്നു. 2021 ഒരു ലഷ്കർ എ തൈബ ഗൂഢാലോചന കേസിൽ ഷൊയീബ് അഹമ്മദ് മിർസ എന്ന് പറഞ്ഞ ഒരാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ഷൊയീബ് അഹമ്മദ് മിർസ ലഷ്കർ എ തൈബയുമായി ബന്ധപ്പെട്ടയാൾ. ഈ മിർസയെ 5 കൊല്ലത്തേക്കാണ് ശിക്ഷിച്ചിരുന്നത്, 5 വർഷം തടവ്. 2018 തടവിൽ നിന്ന് മോചിതനായി ഈ മിർസ. അപ്പോൾ ഈ മിർസയുമായിട്ട് പരിചയമുണ്ട് ഈ കേണലിന്, അതായത് പാകിസ്ഥാനിലുള്ള ഫൈസലിന്. ഈ ശിക്ഷിക്കപ്പെട്ട് മുക്തനായ ഈ മിർസ ആണ് ഈ രാമേശ്വരം കഫേ സ്ഫോടനത്തിലെ മുഖ്യ പ്രതി അബ്ദുൽ മദീൻ താഹയെ ഫൈസലിന് പരിചയപ്പെടുത്തി കൊടുത്തത്. അതായത് മുമ്പ് ലഷ്കർ എ തൈബയുടെ ഭീകരനായിരുന്ന ഒരാൾ ജയിലിലായിരുന്നു. ജയിലിൽ നിന്നിറങ്ങി രാമേശ്വരം കഫേ സ്ഫോടനത്തിന് പറ്റിയ ഒരാളെ ഫൈസലിന് പരിചയപ്പെടുത്തി കൊടുത്തു. അതാണ് താഹ, ആ കേസിലുള്ള താഹ. മിർസ ഈ ഫൈസലിനും താഹയ്ക്കും എൻക്രിപ്റ്റഡ് മെസ്സേജ് പ്ലാറ്റ്ഫോമിലാണ് മെസ്സേജ് അയച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടെലഗ്രാം ആയിരിക്കണമല്ലോ. മിർസയെ 2024 ഈ കഴിഞ്ഞ മെയ്യിലാണ് വീണ്ടും അറസ്റ്റ് ചെയ്യുന്നത്, ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് NIA. അപ്പോൾ മിർസ കേണലിനെ പറ്റി പറയുന്നുണ്ട്. 2024 ഏപ്രിലിൽ താഹ, ഈ കഴിഞ്ഞ ഏപ്രിലിൽ താഹ, മുസഫിർ ഹുസൈൻ എന്നിവരെയാണ് രാമേശ്വരം കഫേ മാർച്ചിലാണല്ലോ, മാർച്ച് 1. അത് കഴിഞ്ഞ് ഏപ്രിലിൽ താഹയെയും മുസഫിർ ഹുസൈനെയും പശ്ചിമ ബംഗാളിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവരെ ചോദ്യം ചെയ്തപ്പോൾ NIA ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കേണലുമായിട്ട് പരിചയം, എങ്ങനെയാണ് ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ മിർസയും ഫൈസൽ 2020 അൽ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂൾ കേസിൽ ഇവരുടെ ഹാൻഡ്ലറായിരുന്നു. ഫൈസൽ ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ ഉള്ള ഫൈസൽ 2020 അൽ ഹിന്ദ് എന്ന് പറഞ്ഞ് കർണാടകയിൽ തന്നെ ഒരു മൊഡ്യൂള് ഹാൻഡിൽ ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഈ താഹയും മിർസയും ആ അൽ ഹിന്ദ് മൊഡ്യൂളിൽ പെട്ടവരാണെന്നുള്ളത് അന്ന് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. ഇതുവരെ അത് തിരിച്ചറിഞ്ഞിരുന്നില്ല. ടെലഗ്രാമിൽ ഈ താഹയുമായി ഫൈസൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അതിൽ കേണലിനും ഭായ് എന്നുമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ശരിയായ പേര് ഫൈസൽ എന്നൊന്നും അതിൻ്റെ അകത്തില്ല. താഹ വഴി 2018 2 മൊഡ്യൂളുകൾ വേറെ 2 മൊഡ്യൂളുകൾ കൂടി ഇയാൾ ഉണ്ടാക്കി ഫൈസൽ. അങ്ങനെ 3ആയി. താഹ ഈ മെഹബൂബ് പാഷ എന്ന് പറഞ്ഞൊരാളെ ഫൈസലിന് പരിചയപ്പെടുത്തി.
ഈ മെഹബൂബ് പാഷ എന്ന് പറയുന്ന ആൾ ബംഗളൂരുവിൽ ശുദ്ധ ഗുണ്ടപാളയ എന്ന് പറഞ്ഞ സ്ഥലത്ത് അൽ ഹിന്ദ് ട്രസ്റ്റ് നടത്തിയിരുന്ന ആളാണ് മെഹബൂബ് പാഷ. അങ്ങനെയാണ് ഈ അൽ ഹിന്ദ് മൊഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് കേസ് വരുന്നത്. ആ അൽ ഹിന്ദ് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് 4 ഖാജ മൊയ്തീൻ എന്ന് പറഞ്ഞൊരാൾ കടലൂർ, തമിഴ്നാട്, അയാളെ തെക്കേ ഇന്ത്യയിലെ ISISൻ്റെ അമീറുമായി ബന്ധപ്പെടുത്തി. തെക്കേ ഇന്ത്യയിലെ അമീർ അല്ലേ? തെക്കേ ഇന്ത്യയിലെ അമീർ, ISISൻ്റെ. ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ഇല്ലേ അമീർ, ഒരാളെ ഉണ്ടാവും. ഇത് 2 ധ്രുവങ്ങളിലെ പലയിടത്തേക്ക് തെക്കേ ഇന്ത്യയിലെ അമീറിനെ പരിചയപ്പെടുത്തി. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് തെക്കേ ഇന്ത്യയിലെ വനങ്ങൾക്കൊക്കെ അകത്ത് കലാപം നടത്തണം എന്നൊക്കെ അദ്ദേഹം ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള NIAയുടെ കേസിനാണ് അൽ ഹിന്ദ് കേസ്, അൽ ഹിന്ദ് മൊഡ്യൂൾ എന്നൊക്കെ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിരുന്ന ആളാണ് ഫൈസൽ. 2020 ജൂണിൽ ഈ അൽ ഹിന്ദ് മൊഡ്യൂൾ, അൽ ഹിന്ദ് IS പ്രവർത്തകരെ പിടിച്ചു പോലീസ്. അത് ചിന്ന ഭിന്നമായി പോയി അന്ന്. അത് കഴിഞ്ഞ് താഹയും ഷാസിബും ഒളിവിൽ പോയി. ഇത്രയും കാലം ഒളിവിലായിരുന്നു. ഒളിവിൽ അവർ പോയ കാലത്ത് 4 കൊല്ലം, ആ 4 കൊല്ലവും ഫൈസൽ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ഫൈസൽ അവർക്ക് ക്രിപ്റ്റോ കറൻസി വഴി ഫിനാൻസ് ചെയ്തുകൊണ്ട് അവരെ. അത് കഴിഞ്ഞ് തീർത്ഥഹള്ളിയിൽ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി ISൻ്റെ ഫൈസൽ. അത് NIAയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ അകത്തും ഫൈസലും താഹയും ബന്ധപ്പെട്ടിരുന്നു എന്ന് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വ്യക്തമായി. താഹ, ഷാസിബ് എന്നിവരല്ലാതെ 10 പേരെ കൂടി അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശിവമൊഗ്ഗ, ചിക്മഗളൂരു, മംഗളൂരു ഇവിടെയൊക്കെ തന്നെയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട് 4 കേസുകൾ കൂടി വേറെയുണ്ട് ഈ രാമേശ്വരം അല്ലാതെ. ഒന്നൊരു ചുവരെഴുത്ത് ടെറർ ഗ്രാഫിറ്റി കേസ് എന്ന് പറയുന്നത്, വേറൊന്ന് കുക്കർ ബ്ലാസ്റ്റ്, ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുമ്പോൾ ഒക്കെയുള്ള ഒരു ബ്ലാസ്റ്റിൻ്റെ ഒക്കെ ഓർക്കുന്നില്ലേ, മംഗലാപുരത്ത്. പിന്നെ ഒരു ട്രയൽ ബ്ലാസ്റ്റ് ശിവമൊഗ്ഗയിൽ 2021 കേസ്. ഇപ്പോൾ രാമേശ്വരം കഫേ, അങ്ങനെയുള്ള കേസുകൾ. 2018 ലഷ്കർ എ തൈബ കേസ്, 2020 അൽ ഹിന്ദ് കേസ്. ഇത് ആ 2028 ലഷ്കർ എ തൈബ കേസും ഈ അൽ ഹിന്ദ് കേസും കൈകാര്യം ചെയ്ത ഓഫീസർമാർ ഈ ISIS ഭീകരരെ കൈകാര്യം ചെയ്യുന്ന ആൾ അതാരായാലും ഭയങ്കരമായ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളാണ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലത്തെ ടെക്നോളജിയാണല്ലോ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എൻജിനീയറാണ്, പാകിസ്ഥാനിലാണ്. അയാളുടെ പേര് മുഹമ്മദ് ഷാഹിദ് ഫൈസൽ. അയാളാണ് തെക്കേ ഇന്ത്യയിൽ ISനെ കൈകാര്യം ചെയ്യുന്നത്, കേണൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്, പദ്ധതികൾ ആസൂത്രണം ചെയ്തത്, അതിന് പണം മുടക്കുന്നത്. അവരുടെ പിന്നിൽ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ ചാരസംഘടന ISISും നിലനിൽക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ആ സ്ലീപ്പർ സെല്ലിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫൈസൽ ഇപ്പോഴും പാകിസ്ഥാനിലാണ്, ഫൈസലിനെ പിടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഗോറിയുടെ അടുത്തേക്കും ഫൈസലിൻ്റെ അടുത്തേക്കും അജ്ഞാതനെ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് പറയാം, കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.